ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള പൊതു ശുചിമുറിയിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകുന്നത് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാകുന്നു. ബസ് സ്റ്റാൻഡിന് പിൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ശുചിമുറിയുടെ ടാങ്ക് നിറഞ്ഞാണ് മാലിന്യം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശുചിമുറിയുടെ പ്രവർത്തനം ഭാഗികമായ നിലയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ടാങ്ക് നിറഞ്ഞ മലിനജലം പരിസരത്തേക്ക് പടരാൻ തുടങ്ങിയത്. മഴവെള്ളത്തോടൊപ്പം മലിനജലം ഒഴുകിയെത്തുന്നത് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലേക്കാണ്. കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഇത് വലിയ രീതിയിലുള്ള സാംക്രമിക രോഗ ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികളും വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നു. ശുചിമുറിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അത്യാവശ്യ ഘട്ടങ്ങളിൽ സമീപത്തെ ഹോട്ടലുകളെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെയുമാണ് ആശ്രയിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ബാത്റൂം നിറഞ്ഞിട്ട് 4 ദിവസമായി നിറഞ്ഞ് ഒഴുകുക റോട്ടിൽ കൂടെ. 4 ദിവസമായിട്ട് കയറി ഇറങ്ങി പഞ്ചായത്തിൽ പറയുന്നുണ്ട്, ഒരു നടപടിക്കും എടുക്കുന്നില്ല. ആൾക്കാരാണ് വന്നിട്ട് ഭയങ്കര ബഹളവും ശല്യവും. ഓടയ്ക്കകത്ത് കൂടെ എല്ലാം മൂത്രം ഒഴിച്ച് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുക. ഇവിടെ പുറകിലാണ് മണ്ണിടിഞ്ഞ് മൊത്തം കിടക്കുക. പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നില്ല ഈ പഞ്ചായത്ത്. അതിനൊരു തീരുമാനം ഉണ്ടാവണം. നമുക്ക് അറിയാം വെള്ളം കെട്ടിക്കിടക്കുന്നത് മൊത്തം നിറഞ്ഞു കിടക്കുക. കഥവൊക്കെയാണ് എല്ലാം പൊളിഞ്ഞ്, ബാത്റൂമിൻ്റെ അകത്ത് മൊത്ത കഥം ഡോറില്ല, എല്ലാം പൊളിഞ്ഞു കിടക്കുക. വെള്ളമില്ല, ഒന്നുമില്ല, എല്ലാം പോയി കിടക്കുക. വെള്ളം ചോദിച്ചാൽ വെള്ളം ഇല്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്തിൽ വെള്ളം ഇല്ലെന്ന്. ഞങ്ങൾ പിന്നെ മലയിരുന്ന് വെള്ളം എടുത്ത്, ഇപ്പം മഴയായതുകൊണ്ട് മഴയിൽ വെള്ളം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മുമ്പും സമാനമായ രീതിയിൽ ഈ ശുചിമുറിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. അന്ന് പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി താൽക്കാലിക പരിഹാരം കണ്ടിരുന്നെങ്കിലും വീണ്ടും പഴയപടിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി പൊതു ശുചിമുറിയുടെ പ്രവർത്തനം ശാശ്വതമായി കാര്യക്ഷമമാക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.